തിരുവനന്തപുരം വെഞ്ഞാറമൂട് മുസ്ലിം അസോസിയേഷൻ കോളേജിൽ വിദ്യാർത്ഥിക്ക് നേരെ ക്രൂരമർദ്ദനം. കോളേജ് യൂണിയൻ പരിപാടിക്കിടെ പുറത്തുനിന്നെത്തിയ സംഘത്തിന്റെ ആക്രമണത്തിൽ 2ാം വർഷ ബിടെക് വിദ്യാർത്ഥിയുടെ കണ്ണിന് ഗുരുതരമായി പരിക്കേറ്റു. ആക്രമണത്തിൽ വിദ്യാർത്ഥിയുടെ ഒരു കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടതായാണ് വിവരം. കഴിഞ്ഞ 24-ാം തീയതി ഞായറാഴ്ച രാത്രി 10 മണിയോടെയാണ് വെഞ്ഞാറമൂട് മുസ്ലിം അസോസിയേഷൻ കോളേജിൽ അക്രമ സംഭവങ്ങൾ അരങ്ങേറിയത്. കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥികളെ ആദരിക്കുന്നതിനായി സംഘടിപ്പിച്ച ഇബിൾസ് എന്ന പരിപാടിക്കിടെയായിരുന്നു ആക്രമം. വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികൾ വേദിയിൽ നടക്കുന്നതിനിടയിലാണ് പുറത്തുനിന്നുള്ള ഒരു സംഘം ആളുകൾ പള്ളിയുടെ ഗേറ്റ് വഴി കോളേജ് പരിസരത്തേക്ക് അതിക്രമിച്ചു കയറിയത്. തുടർന്ന് ക്യാമ്പസിനകത്തുണ്ടായിരുന്ന വിദ്യാർത്ഥികളും പുറത്തുനിന്നെത്തിയ സംഘവും തമ്മിൽ വാക്കേറ്റവും അടിപിടിയുമുണ്ടായി. ഇതിനിടയിലാണ് ബിടെക് 2ാം വർഷ കമ്പ്യൂട്ടർ സയൻസ് വിദ്യാർത്ഥിയായ 21 വയസ്സുകാരൻ അൽ അമീന് നേരെ ആക്രമണമുണ്ടായത്. കണ്ണിനു നേരെ ഏതോ മാരകായുധം ഉപയോഗിച്ച സംഘം അൽ അമീനെ അടിച്ചതായാണ് വിവരം. ഗുരുതരമായി പരിക്കേറ്റ അൽ അമീനെ ഉടൻ തന്നെ തിരുവനന്തപുരത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കോളേജ് ഫെസ്റ്റ് നടക്കുകയായിരുന്നു. ആ സമയത്ത് ഒരുപാട് ലോക്കൽസ് ആയിട്ടുള്ള ആൾക്കാർ അവിടെ അതിക്രമിച്ച് കയറുകയും അവർ മദ്യപിച്ച് ലഹരിയും ഉപയോഗിച്ച് അതിക്രമം കാണിക്കുകയായിരുന്നു. ആ സമയത്ത് ഇവിടെ പാടില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ബഹളം ഉണ്ടാക്കിയപ്പോൾ അവർ ക്രൂരമായി ഒരുപാട് വിദ്യാർത്ഥികളെ ആക്രമിക്കുകയും കൂട്ടത്തിൽ എന്നെ 3-4 പേര് ചേർന്ന് ക്രൂരമായി ആക്രമിക്കുകയും ഓരോരുത്തൻ്റെ വളയിലിട്ടിരുന്ന ഒരു വള പോലത്തെ ഒരു സാധനം കൊണ്ടതിൻ്റെ കണ്ണിലിടിക്കുകയും കണ്ണിൽ 3-4 പരിക്ക് ഏൽപ്പിക്കുകയും എൻ്റെ കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെടുകയും ചെയ്തു. സംഭവത്തിൽ പരിക്കേറ്റ വിദ്യാർത്ഥി വെഞ്ഞാറമൂട് പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. അല്ലമിന്റെ പരാതിയുടെ അടിസ്ഥാനത്തിൽ കണ്ടാലറിയാവുന്ന 4 പേർക്കെതിരെ പോലീസ് കേസെടുത്ത് അന്വേഷണം ഊർജിതമാക്കി. പ്രതികൾക്കായുള്ള തെരച്ചിൽ ശക്തമാക്കിയതായും കർശന നടപടികൾ സ്വീകരിക്കുമെന്നും വെഞ്ഞാറമൂട് പോലീസ് അറിയിച്ചു. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.